എന്തോന്ന് നിനക്ക് കൂടെ നീക്കി കൊടുഞ്ഞു റെഡി ആ സോപ്പ് അത്രയും വായിറ്റ് പോയില്ലേ ഇച്ചിരി അഴുക്കൊക്കെ പോട്ടെ അകത്തുനിന്ന്. അങ്ങനെ നീ ഒരു കാര്യം ചെയ്യും എനിക്ക് കുറച്ച് സോപ്പ് വെള്ളം കലക്കിത്താ ഞാൻ കുടിക്കാം. അന്നാലും പോവില്ലല്ലോ. ഒരു കഷ്ടം തന്നെ. ഇതെന്താന്ന് ഇവര് കഥകൊന്നും തുറക്കാത്ത? എഴുന്നേറ്റില്ലേ? അവര് സൗകര്യമുള്ളപ്പോൾ തുറക്കും. അതുമായിട്ട് ഒറ്റ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും. പിന്നെ വഴിപാട് അമ്പലത്തിൽ പോവാണെങ്കിൽ എന്നോട് പറയുമല്ലോ. അല്ലേ അവരെ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാൻ നീയാണോ ചെലവിന് കൊടുക്കണേ? അല്ലല്ലോ. എന്തൊരു കയ്പ് ഇത്. സോപ്പ് പഞ്ചസാര കൊണ്ടല്ലേ ഉണ്ടാക്കണത് അറിയില്ല? അയ്യോ ഞാൻ ഇത്ര നാൾ വിചാരിച്ച സോപ്പ് പഞ്ചസാരയും പാലും വെച്ചാണ്ടാക്കണേ. എങ്ങോട്ട്? പുതിയ അറിവാ. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ കാര്യങ്ങൾക്കൊന്നും കുറവില്ല. അല്ലെങ്കിൽ നിലത്തും വീണത് വീഴുപടി വീഴും. ഒന്നും വിളിക്കാന്ന് പറഞ്ഞ സമയത്ത് വിളിക്കേ ഇല്ല. കുറെ കഴുതകളെ വിളിച്ചിട്ട് ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ് വെച്ചേക്ക എടുക്കൂല. ഇത് തന്നെ പോണില്ലേ? ഇന്ന് വിളിച്ചിട്ടൊക്കെ പോണല്ലോ. ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോണോന്നാണ് അതിന്റെ പ്രശ്നം. നീ അമ്പലത്തിൽ പോയാവോ? എന്നോട് പറയാതെ. ഇത് നോക്കി, ഇത് പൂട്ടിയിട്ടില്ല. ഇച്ചിരി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങണതോ? ഈ 10 മണിയായപ്പോഴോ? ഉച്ചയ്ക്ക് 1 മണി വരെ ഉറങ്ങുന്ന ആൾക്കാരെ എനിക്കറിയാം. അത് നിങ്ങളെ പോലെ ജോലിയും കൂലിയില്ലാത്തവര്. അവൻ അങ്ങനെയല്ല. ഇതൊന്ന് തുറന്നേ. ഇത് തുറക്കാൻ പറ്റാത്ത ഞാൻ തുറന്നു തരാം. പിന്നെ അതിന്റെ ഇടയിലോട്ട് നീ അതല്ലേ തുറക്കാൻ പോയി. അതിനിടയ്ക്ക് ഇതൊന്ന് തുറക്കുന്നത് എന്തിനാ? ഞാനത് തുറക്കുമല്ലോ. ഒരു മനുഷ്യന് സമാധാനം തരരുത്. അവർ കിടന്ന് ഉറങ്ങട്ടടി. ആ പാടെ മനുഷ്യന് സമാധാനം കിട്ടുന്ന ഉറങ്ങുമ്പോഴാ. അവന് സമാധാനം നിങ്ങൾ കളഞ്ഞല്ലോ ഇന്നലെ. എന്തോരം വ്യസനിച്ചിട്ടാ കിടന്ന് ഉറങ്ങിയെന്ന് അറിയാമോ ചെറുക്കൻ? ഞാൻ എന്ത് പറഞ്ഞു? അയ്യോ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യസന്ധമായ ഒരു കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞു അത് കുഴപ്പമാ. പിന്നെ ഞാൻ വന്ന് കള്ളം പറയണായിരുന്നു. നീ ചുമ്മാ കളിക്കുന്നത്. വാ തുറന്ന കുഴപ്പമുണ്ടാക്കുള്ളൂ. എന്താന്നാവോ? അവരോട് എന്ത് പറയാൻ? ഇവിടെ വേറെ ഒന്നും ഇല്ലാന്നങ്ങ് പറയണം. അതിന് നിങ്ങൾക്കങ്ങ് പറഞ്ഞാൽ പോലെ. ഞാൻ തോപ്പിച്ച് വെച്ചു. നിങ്ങൾ ഞാൻ പറയണ വേറെ എന്തെങ്കിലും അധികം വെച്ചോ. ഇതുകൂടി വെച്ചോ. നീ എന്റെ പ്രാർത്ഥന കേട്ടു. അതെ, ജമന്തിക്ക് വിശേഷം കനകം വിളിച്ചു പറഞ്ഞപ്പോ ഇന്നലെ തന്നെ ഇറങ്ങി പുറപ്പെടാൻ നിന്നാ. ഞാനാ പറഞ്ഞ് അമ്പലത്തിൽ പോയി ഒരു വഴിപാട് നടത്തിയിട്ട് ഇന്ന് ഇങ്ങോട്ട് പോരാന്ന്. വരണ വഴിക്ക് ചേച്ചിക്ക് ജമന്തിക്ക് മാങ്ങ വാങ്ങിയേ പറ്റൂന്ന്. ഇടോക്കെ 1 കിലോ മാങ്ങ മേടിച്ചു. എവിടെയാണ് ജമന്തി? എവിടെ? ഇതൊന്നും കൊടുക്കണ്ട. ഓടി അവിടുന്ന്. ഇങ്ങനെയുള്ള സമയത്താണ് ഇപ്പം മാങ്ങയൊക്കെ തിന്നാൻ തോന്നല്ലേ? അതല്ല, ജമന്തിക്ക് വിശേഷമൊന്നുമില്ല. എന്താ ഈ പറയണേ? അത് ഇന്നലെ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. ഞാൻ ഇവരോട് വിളിച്ചു പറഞ്ഞ കാര്യമല്ല ഇവർ മനസ്സിലാക്കിയത്. എന്താ പറയണത്? തെളിച്ചു പറ. അതെ, ആശുപത്രിയിൽ ഞാൻ പോയത് വേറൊരു ആവശ്യത്തിനാണ്. അത് വിജയിച്ചു, അത് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ജമന്തിയുടെ റിസൾട്ട് ഞാൻ വാങ്ങിയത് ഓക്കെ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം. അപ്പൊ ജമന്തി മോൾക്ക് വിശേഷമില്ല. ഒന്നാമത് ഈ ആളെ കളിപ്പിക്കണ ഒരു പരിധിയില്ലേ? കൊതിപ്പിച്ചിട്ട് മനുഷ്യനെ. അതിലും വിഷമിച്ചാ നിങ്ങൾ അകത്ത് കിടക്കണേ. രാവിലെ വൈകുന്നേരം അത് പറഞ്ഞപ്പോ മുതൽ പിന്നെ കണ്ടിട്ടില്ല. അകത്ത് കയറി കഥ കിടക്കുക. ഞാൻ ഓർത്ത് പുറത്തേക്ക് പോയിട്ടുണ്ട്. പുറത്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾ ബഹളം വെക്കല്ല. അവർ നേരം വരെ അവർ പുറത്തു പോയിട്ടിരിക്കുക. കനക എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാടാ. കഥ തുറക്കാതിരിക്കാൻ പൂട്ടിയിരിക്കാനായിട്ടുള്ള വിഷയമൊന്നും ഉണ്ടായില്ലല്ലോ. ഇങ്ങനെയാണ് കളിപ്പിക്കുന്ന ആൾക്കാരെ.
പഠിപ്പിക്കണേ? ഇങ്ങനെ വിഷമിക്കാനായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? ഓന്റെ ഒടി തരണ എത്ര നേരെയാ വിളിക്കണ രണ്ടിന്. അല്ലളിയാ, ഇപ്പൊ ഇതിനും വേണ്ടി വിഷമിക്കാൻ ഇവിടെ എന്തുണ്ടായി? ഉണ്ടായിരിക്കടാ, ഓരോന്നും ഒപ്പിച്ചു വെച്ചിട്ട് അവൻ. വിഷമിക്കാതെ മക്കളെ, വിധി ഉണ്ടെങ്കിൽ ദൈവം നിനക്കൊരു കുഞ്ഞിനെ തരും. അങ്ങനെയൊന്നുമില്ലമ്മ, നമുക്കാണുള്ള യോഗമല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറ്റില്ലല്ലോ. മക്കളെ കരയാതെ. എല്ലാവരോടും സന്തോഷിച്ചപ്പോൾ നമ്മളൊന്നും ഒരുപാട് സ്വപ്നം കണ്ടു. ഒരു കുഞ്ഞിനെ എടുത്ത് ലാളിക്കണമെന്ന് അവക്കും തോന്നിപ്പോയി. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല മോനെ. അതിപ്പോ കുഞ്ഞിനെ ലാളിക്കണതാണ് വിഷയമെങ്കിൽ ഞങ്ങളുടെ തക്കളി മോളെ നിങ്ങൾ ലാളിക്കോ കൊഞ്ചിക്കോ സ്നേഹിക്കോ എന്ത് വേണം ചെയ്താ ഞാൻ ഒന്നും പറയില്ല. അല്ലെ ഇപ്പം നമ്മൾ തക്കളെടുത്ത് ചോദിക്കുകയാണ്, നമുക്ക് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അവൾ ആരെയാ പറയുന്നത്? അവളച്ഛനാണ്. മാമനും മാമയ്ക്ക് പിന്നീടല്ലേ അല്ലേ? അല്ലയാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്റെ കൊച്ചിന് അങ്ങനെ ഒരു ചിന്തയില്ല. അല്ല അമ്മ, ഞാൻ എന്റെ പൊന്നു ടീച്ചേഴ്സ്, നിനക്കൊന്ന് പോയി തരാമോ? ഞാനില്ലേലും എന്തും പറയുമ്പോണല്ലോ കുഴപ്പം. ഞാൻ പൊക്കോളാം. ഞാനിവിടെ നിൽക്കണമെന്ന് എല്ലാവർക്കും കുഴപ്പം. മുഴുവൻ കുഴപ്പം ഞാനാണല്ലോ ഉണ്ടാക്കുന്നത്. അതെ, എന്താണ് അങ്ങനെ? ഇതായപ്പോഴേ നമ്മളങ്ങ് നീ പോയി കുളിച്ച് റെഡി ആയിക്ക. പോയി കുളിക്ക്. എണീക്ക്. അമ്പലത്തിലൊക്കെ പോയാ പ്രാർത്ഥിച്ച മക്കൾ പോയി കുളിക്ക്. എന്നൊക്കെ മോശമായിരുന്നു അല്ലേ? അമ്പലത്ത് പോക്കും പ്രാർത്ഥനയും. സാധിക്കണമെന്നില്ലല്ലോ. Alien versus Alien.